ഇതിന് സ്തോത്രം. വീണ്ടുവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആലയത്തിനകത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ നല്ല കർത്താവ് നമുക്കൊരുക്കി തന്ന നല്ല അവസരത്തിനായി നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നല്ല കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അവൻ്റെ നാമം ഇന്ന് അത്ഭുതമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് തെല്ലുപോലും കുറയാതെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. അതേ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തരുമ്പ് പോലും കുറവ് വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ, നിങ്ങളുടെ വിശ്വാസം ത്യജിച്ചു കളയേണ്ട അവസ്ഥ ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തേ ഇല്ല. വിശ്വാസം വലിയതെങ്കിൽ ഒരിക്കൽ കൂടി സഭയെ, ഒരിക്കൽ കൂടി കേൾക്കുന്ന പ്രൈസർ കുടുംബാംഗങ്ങളെ സ്തോത്രം ദൈവനാമത്തിൽ വിളിച്ചു പറയട്ടെ. നിങ്ങളുടെ വിശ്വാസം വലുതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചിട്ടല്ലാതെ നിങ്ങൾ ചുരുക്കം സമയം കഴിഞ്ഞ് ഈ വചന സന്ദേശത്തിനപ്പുറം, ഈ മീറ്റിങ്ങിനപ്പുറം എഴുന്നേൽക്കത്തില്ല. വിശ്വാസം വലിയതെങ്കിൽ വലിയത് ചെയ്യുന്ന വലിയവനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. താങ്ക് യു ലോർഡ്. വലിയവ ചെയ്യുന്ന, വലിയ വിശ്വാസിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വലിയവനായ കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ചോദ്യം ഇതായിരുന്നു: കർത്താവേ, ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഇതിനകത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നലകളിൽ ഞങ്ങളെ നടത്തിയതിനേക്കാൾ അധികം ശ്രേഷ്ഠമായി നിശ്ചയമായും അടിയൻ വിശ്വസിക്കുന്നു അങ്ങ് നടത്തും. ആമേൻ. അങ്ങ് ഞങ്ങളെ മുൻപോട്ട് നയിക്കും. എவ்விധത്തിലൊക്കെ ആ വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണുവാനും കണ്ടനുഭവിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും കഴിയും. എന്തൊക്കെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും, അതൊക്കെ അറിഞ്ഞ് അതിനെ എങ്ങനെ ഞങ്ങൾക്ക് പ്രാപിക്കുവാനായി കഴിയും. അങ്ങനെ ചോദ്യങ്ങൾ ഒത്തിരിയായി പ്രാർത്ഥനയുടെ ദിവസസന്നിധിയിലായിരിക്കുമ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളെവിടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്ന ആ വലിയ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിക്കുകയുണ്ടായി. ദൈവകൃപയാൽ ഇന്ന് അനുഗ്രഹീതമായി നമ്മളത് കേൾക്കും. ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. അവിധത്തിൽ കർത്താവ് തന്ന ആലോചനകൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇനി കേൾക്കുവാൻ പോകുന്നവർ, ഇതിനകത്തായിരിക്കുന്നവർ, ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്താട്ടെ. ആ ഹൃദയ കണ്ണുകളെ കുരുടാക്കിയ പിശാചിൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിശ്വാസിയുടെ ഹൃദയം നിങ്ങൾക്കുണ്ടാകുവാൻ, ഭക്തൻ്റെ ഹൃദയം നിങ്ങൾക്കുണ്ടാകുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചിലത് ഹൃദയ കണ്ണ് തുറന്ന് കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കാണിക്കത്തില്ല എന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല എന്ന് ഈ ദിവസങ്ങളിൽ സാത്താനും അവനാൽ പിടിക്കപ്പെട്ടവരും അടിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, വാദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചിലതിനെ വിശ്വാസത്താൽ കാണുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ അപ്പോൾ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഈ പ്രിയപ്പെട്ടവരെ അടിയൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയനും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ചിലത് കണ്ട് ചിലത് പ്രാപിച്ചെഴുന്നേൽക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. വചനത്തിലൂടെ അങ്ങ് ഇടപെടണമേ കർത്താവേ. വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ. പല ഇടങ്ങളിൽ അപ്പാ ഇന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് കൊതിയോടെ കാത്തിരിക്കുന്നവർ അപ്പൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുക. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങൊന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനയോടെ നെടുനാളായി നിലവിളിയോടെ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളിൽ ഇന്ന് കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. നീയും നിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട ഭവനവും തമ്മിൽ സ്തോത്രം കാതങ്ങളുടെ കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. വന്നെത്തുവാൻ കഴിയാത്ത അകലത്തിൽ പ്രിയ മാതാവേ, നീ കണ്ണുനീരോടെ നിന്റെ കുടുംബത്തെക്കുറിച്ചോർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നുണ്ട്. കേൾക്ക്, ഇന്ന് നീ കാത്തിരിക്കുന്ന ആ വിടുതൽ ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നിന്റെ ഭവനത്തിനകത്ത് എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുക. ഇതിനകത്തും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കേൾക്ക്, അകലെ ദൂരെ ആയിപ്പോയ ചില സ്ഥാനങ്ങളിലായിരിക്കുന്ന ചിലതിനോട്, ചില വ്യക്തികളോട് എൻ്റെ കർത്താവ് ഇടപെടുക. നിങ്ങൾക്ക് വേണ്ടി താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ. അങ്ങയുടെ അത്ഭുത സാന്നിധ്യം വിടുതലായി വ്യക്തി ജീവിതങ്ങൾ, ശരീരങ്ങളിൽ ദൈവ സാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്ക്. ഇന്ന് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം യേശുവിൻ നാമത്തിൽ. ഒരു സർജറിക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്തത്, ഒരു ആൻറ്റിബയോട്ടിക്കിനും സൗഖ്യമാക്കുവാൻ കഴിയാത്തത്, തുടർമാനമായ ട്രീറ്റ്മെൻറ്റുകൾക്ക് സൗഖ്യം വരുത്തുവാൻ കഴിയാത്തത്, സ്തോത്രം, കീമോതെറാപ്പിക്ക് സൗഖ്യം തരുവാൻ കഴിയാത്തത് യേശു ഇന്ന് ചെയ്യുക. റാധിയ ശഖാരദരെ ശന്ധാരകന, നീ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നെങ്കിൽ സൗഖ്യം വ്യാപരിക്കുക. താങ്ക് യു ലോർഡ്. നല്ല കർത്താവേ, അങ്ങ് ഈ നല്ല വെള്ളിയാഴ്ച പകലും ഈ ജനത്തെ സന്ദർശിക്കുന്ന കൃപയ്ക്കായി, ഈ ജനത്തെ അങ്ങ് തൊടുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിച്ച് ഏറിയ സന്തോഷത്തോടെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഈ ജനത്തെ അങ്ങ് ഒരുക്കിയാട്ടെ കർത്താവേ. വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. ഒരിക്കൽ കൂടി അപ്പാ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒപ്പം അടിയനെയും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. ലോകത്തിലേക്ക് തുറന്നു വെച്ച ഞങ്ങളുടെ കണ്ണുകൾ അടയട്ടെ. ലോകത്തിലേക്ക് തുറന്നു വെച്ച ഞങ്ങളുടെ ചെവികൾ അടയട്ടെ. ഉയരത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കുവാൻ, ഉയരത്തിൽ നിന്നുള്ള കാഴ്ച കാണുവാൻ, ഉയരത്തിലേക്ക് നടന്നു കയറുവാൻ തക്കവണ്ണം ചില ശരീരങ്ങളുടെ മേൽ ഇപ്പോൾ ശക്തി പകരുന്ന കൃപയ്ക്ക് താങ്ക് യു ലോർഡ്. കഴുകിനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ തക്കവണ്ണം ചില വെല്ലുവിളികൾക്ക് മുകളിൽ, ചില പ്രതിസന്ധികൾക്ക് മുകളിൽ യേശുവിൻ നാമത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന ചില ഭയപ്പെടുത്തുന്ന പ്രതിസന്ധികൾക്ക് മീതെ, വെല്ലുവിളികൾക്ക് മീതെ ചിറകടിച്ചുയരുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തിന് മേൽ പുത്തനൊരു അഭിഷേകത്തെ യേശുവിൻ നാമത്തിൽ അതേ ചില വ്യക്തികളുടെ ശരീരത്തിന് മേൽ കഴുകിനെ പോലെ ഇനി താഴെയല്ല. ഇനി നിന്റെ ശത്രു നോക്കി നീ താഴെ നിരാശനായി, ഹതഭാഗ്യനായി, എല്ലാം തകർന്നവനായി കിടക്കുന്നത് കാണുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ തള്ളിയിട്ട സ്ഥാനത്ത് നിന്ന് മനുഷ്യനും പിശാചും ഒരുമിച്ച് ചേർന്ന്, ചില വ്യക്തികൾ ചേർന്ന് അവരുടെ ആലോചനയുടെ ഫലമായി നിന്റെ തൊഴിലിനെ നഷ്ടപ്പെടുത്തി നിന്നെ തള്ളിയിട്ട ആ സ്ഥാനത്ത് നിന്ന് പുത്തൻ അഭിഷേകത്തോടെ നീ ചിറകടിച്ചുയരുക. യേശുവിൻ നാമത്തിൽ ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ, പകരപ്പെടുന്ന ശക്തി തിരിച്ചറിയുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പകരപ്പെടുന്ന ആത്മസാന്നിധ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശബ്ദം തുടർമാനമായി ഇവർ കേട്ടുകൊണ്ടേ ഇരിക്കട്ടെ. സ്തോത്രം, അങ്ങയുടെ സ്തോത്രം ദർശനം ഇവർ കാണട്ടെ കർത്താവേ. പുതിയത് പ്രാപിച്ചവരായി ഇവർ എഴുന്നേൽക്കട്ടെ. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം ഞാൻ വായിക്കട്ടെ. ഏറെ സുപരിചിതവും ഒത്തിരി തവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതും പ്രാർത്ഥിക്കുവാൻ നമ്മെ ശക്തീകരിച്ചിട്ടുള്ളതുമായ ദൈവത്തിൻ്റെ വചനം തന്നെ. അവർക്ക് ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരു മുഖവിരയോടുകൂടെ അല്പമായി ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ധന്യനായ പൗലോസ്ലീഹ തനിക്ക് മുമ്പിലായിരിക്കുന്ന റോമിലെ അവിശ്വാസികളും വിശ്വാസികളും, റോമിലെ വിശ്വാസികളായ യഹൂദന്മാരോടും, റോമിലെ അവിശ്വാസികളായ യഹൂദന്മാരോടും, റോമിലെ വിശ്വാസികളായ അവിശ്വാസികളായ ഗ്രീക്കന്മാരോടും അഥവാ ജാതികളോടുമായി പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അതേ സ്തോത്രം, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി
കൂടി വ്യാപരിക്കുന്നു. അവിടെ നിർത്തിയിട്ട് തുടർന്ന് വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തവും ശക്തവുമായി ധന്യനായ പൗലോസ്ലീഹ തനിക്കൊപ്പമായിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അറിയാത്തതിനെ കുറിച്ചല്ല എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ അറിയുന്നതിനെ കുറിച്ച് തന്നെയാണ്. ഇന്നലകളിൽ കടന്നു വന്ന പ്രതിസന്ധികൾ, ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെതായ അനുഭവങ്ങൾ, വരൾച്ചയുടെ അനുഭവങ്ങൾ, ഇല്ലായ്മയുടെ അനുഭവങ്ങൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, കണ്ണുനീർ മാത്രം ജീവിതത്തിൽ ശേഷിച്ചു പോയ ആ കണ്ണുനീർ തുടയ്ക്കുവാനോ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ചേർത്ത് പിടിക്കുവാനോ നാളെയിലേക്ക് ഒരു വാതിൽ തുറന്നു തരുവാനോ ആരുമില്ലാത്ത വിധത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ ഇന്നലകളിൽ, തിന്മ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ഇന്നലകളിൽ നിങ്ങൾ തളർന്നു പോകാതെ ഇന്നലകളിലെ തിന്മയെ നന്മയാക്കി നിങ്ങൾ നിർത്തിയ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. ഇന്നലകളിൽ നിങ്ങളെ നിർത്തിയ ദൈവത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചും മനുഷ്യനും തിന്മ സംഭവിക്കുവാൻ, ദ്രോഹം ഉണ്ടാകുവാൻ, ഉപദ്രവം ഉണ്ടാകുവാൻ ചെയ്ത അവന്റെ പ്രവർത്തികളെ നന്മയാക്കി മാറ്റിയ സർവശക്തനായ ദൈവത്തെയും അവന്റെ പ്രവർത്തികളെയും നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അതെ, ആ ദൈവത്തെ അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, അഥവാ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്ക്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്ക്. ഇവിടെ നിങ്ങൾ വലിയൊരു ദൂത് എനിക്ക് കൈമാറുവാനുണ്ട്. അതിനു മുമ്പായി നിങ്ങൾ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആമേൻ, സ്തോത്രം, ഏത് വിഷയങ്ങൾക്കും നമ്മൾ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങൾക്കും ഒരു മുഖവുര ഉണ്ട്. ആമേൻ, സ്തോത്രം. ഇത് ആർക്ക്, എങ്ങനെയുള്ളവർക്ക്, എന്തിനു വേണ്ടി? പലപ്പോഴും ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താതെ അനേകർ പലതും കേട്ടിട്ട് അതെനിക്കുള്ളതാണെന്ന് ചിന്തിക്കുന്നു. എന്നാൽ അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല. വചനം പറയുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്ക്. ഒരിക്കൽ കൂടി കേൾക്കണമേ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്ക്. ഇന്ന് ഇതിനകത്തായിരിക്കുന്ന, ലൈവിൽ എനിക്കൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് സന്തോഷത്തോടെ പറയട്ടെ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, ഓ സ്തോത്രം, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ആയതുകൊണ്ട് ചോദിക്ക്, എങ്ങനെയാണ് ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവൻ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവൾ എന്ന് സ്തോത്രം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്? ദൈവദാസനെ, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേദപുസ്തകത്തോട് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ഈ സമയം പറയുവാനായിട്ട് കഴിയും. കാരണം നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ തനിക്കൊപ്പമായിരിക്കുന്ന ജനത്തോടായി ദൈവം ഇவ்விധത്തിൽ പറയുന്നത് നിങ്ങൾ ഒത്തിരി തവണ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം. ഒരമ്മ താനേറെ സ്നേഹിക്കുന്ന കുഞ്ഞിനെ മാറോട് ചേർത്തണയ്ക്കുന്നത് പോലെ, താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ താനേറെ സ്നേഹിക്കുന്നത് കൊണ്ട് താഴത്ത് വയ്ക്കാതെ, അതെ, ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാതെ കൊണ്ട് നടക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും അവന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. മകനെ, മകളെ എന്ന് വിളിക്കുന്ന ഇമ്പസ്വരം നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അതെ, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെയും ചിന്തിക്കും, അയ്യോ, ഈ എന്നെ എന്തിനാണ് ദൈവം സ്നേഹിക്കുന്നത്? ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കുവാനില്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ സ്നേഹിക്കുവാനില്ലല്ലോ, ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഞാൻ മനസ്സിലാക്കുന്നവർ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. പലപ്പോഴും ഞാൻ സ്നേഹിക്കുമ്പോൾ ഞാൻ ഉപദ്രവിക്കപ്പെടുന്നു. പലപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവരെന്നെ തള്ളിക്കളയുന്നു. പലപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ അവർ എനിക്ക് തിന്മ ചെയ്യുന്നു. അങ്ങനെയുള്ള എന്നെ എങ്ങനെയാണ് ദൈവത്തിന് സ്നേഹിക്കുവാനായി കഴിയുക? ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ചു പറയട്ടെ, ലോകത്തിന് നീ വേണ്ടതായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നീ ഏറെ വേണ്ടപ്പെട്ടവനായിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഒരിക്കലും രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടി എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. ഒന്നുകിൽ മാമോനോടുകൂടെ, അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ. ഒന്നുകിൽ ലോകത്തിനൊപ്പം, അല്ലെങ്കിൽ ദൈവത്തിനൊപ്പം. നിങ്ങൾ ദൈവത്തിനൊപ്പമെങ്കിൽ ലോകം നിങ്ങളെ വെറുക്കും. ലോകം നിങ്ങളെ വെറുത്തില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനൊപ്പമല്ല, ലോകത്തിനൊപ്പം. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ലോകം എന്നെ കേൾക്കുന്ന നിങ്ങളെ വെറുത്തില്ല എങ്കിൽ, നിങ്ങളെ അകറ്റി നിർത്തിയില്ല എങ്കിൽ, നിങ്ങളെ മാറ്റി നിർത്തിയില്ല എങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ലോകത്തിനൊപ്പമാണ്. മാനസാന്തരപ്പെട്, ദൈവത്തിങ്കിലേക്ക് നടക്കുക. ആമേൻ. വേർപെട്ടവന് വേണ്ടി സംസാരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ആമേൻ ശപിക്കുവാനായി കടന്നു വന്ന, അതേ ദൈവജനത്തെ ശപിച്ച് നശിപ്പിക്കുവാനായി കടന്നു വന്ന ബിലയാം എന്ന പ്രവാചകൻ ബാലക്കിനെ നോക്കി പറയുന്നു, സംഖ്യാപുസ്തകം 23:9, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവൻ ശപിക്കുവാനായി കയറി നിൽക്കുന്നവൻ താഴേക്ക് നോക്കുമ്പോൾ ഒരു വശത്ത് ജാതികൾ അവൻ തിന്ന് കുടിച്ച് ആർമാദിച്ച് ജാതീയമായ
സന്തോഷങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും അങ്ങനെ തീൻപുളപ്പിൽ മതിച്ചു നടക്കുന്നു. ആമേൻ. അവർക്കൊപ്പം ആൾക്കാരുണ്ട്, രാജാക്കന്മാരുടെ കൂട്ടമുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, പ്രശസ്തിയുണ്ട്, അവർക്ക് പറയുവാൻ പലതുമുണ്ട്. എന്നാൽ ഈ പുറത്ത് ഒരു ജനം, അവർ മരുഭൂമിയിൽ തനിച്ചു പാർക്കുന്നു. അവരെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല, അവരെ വഴി നടത്തുവാൻ ആരുമില്ല, അവരെ കുറിച്ച് നല്ലത് പറയുവാൻ ആരുമില്ല, അവർക്കൊരു വഴി കൊടുക്കുവാൻ പോലും ആരും ഇല്ലാത്ത വിധത്തിൽ അവർ ഒറ്റയ്ക്കായിരിക്കുന്നു. ശപിക്കുവാൻ, ആമേൻ സ്തോത്രം, ശബ്ദമുയർത്തി വാ തുറന്നവൻ അവർ ഒറ്റയ്ക്കായിരിക്കുന്നത് കണ്ട് തിരിച്ചറിഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, രാജാവേ, നിന്റെ ശാപം നിനക്ക് വേണ്ടി ഞാൻ ശപിച്ചാലും ഫലിക്കത്തില്ല. അവൻ വേർപെട്ടവനാണ്, അവൾ വേർപെട്ടവളാണ്, അവളുടെ മേൽ എൻ്റെ ശാപം ഫലിക്കത്തില്ല. നീ ലോകത്തിൽ നിന്ന് വേർപെട്ടവനെങ്കിൽ, നീ ലോകത്തിന് സ്തോത്രം അപ്രിയയായി മാറിയിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, മനുഷ്യരുടെ ശാപം നിനക്ക് ഫലിക്കത്തില്ല. മനുഷ്യർ നിനക്ക് വിരോധമായി എയ്യുന്ന ഒരായുധവും ദുഷ്ടന്റെ ഒരായുധം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ തകർക്കുവാൻ തക്കവണ്ണം ശത്രു എയ്തുവിടുന്ന ഒരായുധവും നീ ദൈവത്തിന്റെ മകനെങ്കിൽ, നീ ദൈവത്തിന്റെ മകളെങ്കിൽ നിനക്ക് ഫലിക്കത്തേയില്ല. ആഭിചാരം ഇസ്രായേലിന് നോ അത് ഇസ്രായേലിനുള്ളതല്ല. ലക്ഷണവിദ്യ അത് യാക്കോബിന്റെ കൂടാരത്തിന് നേരെ നടക്കത്തില്ല. കാരണം അവർ വേർപെട്ടവരാണ്, അവർ വേർപെട്ടവരാണ്. വേർപെട്ടവരെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? അതെ, ലോകം അവർക്കൊപ്പം കാണത്തേയില്ല. അങ്ങനെയെങ്കിൽ കേൾക്കണമേ, നിങ്ങൾ ലോകത്തിന് വേണ്ടാത്തവരായതുകൊണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പോലും പലപ്പോഴും നിങ്ങൾ വേണ്ടാത്തവരായതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ആമേൻ. ദൈവം സ്നേഹിക്കുന്ന പ്രിയ സഭയെ, ദൈവം സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം സ്നേഹിക്കുന്ന പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളോട് പറഞ്ഞു തുടങ്ങട്ടെ. വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ആമേൻ സ്തോത്രം, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്നാമതായി പറഞ്ഞു, സ്നേഹിക്കുന്നവർക്ക്. ആർക്കാണ്? ദൈവം സ്നേഹിക്കുന്ന നിങ്ങൾക്ക്. രണ്ടാമതായി നിങ്ങൾ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വെറുതെ വന്ന് ചേർന്നവരല്ല, വിളിക്കപ്പെട്ട് വന്നവരത്രേ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരത്രേ. ഗതിയില്ലാതെ, ഒരു ഗതിയുമില്ലാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് അല്ല. അതൊരു പക്ഷേ ലോകത്തിലേക്ക് തുറന്നു വെച്ച നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നീ ആ ഒരു സാഹചര്യം തിരിച്ചറിയും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ. മുന്നമേ, അനാദികാലം മുമ്പേ നിന്നെ തിരിച്ചറിഞ്ഞ് നിന്നിലൂടെ ചിലത് പുറത്തെടുക്കുവാൻ, നിന്നിലൂടെ ചിലത് പണിതെടുക്കുവാൻ, നിന്നിലൂടെ ചിലത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ദൈവത്താൽ അയക്കപ്പെടുവാനുള്ളവൾ, ദൈവത്താൽ പ്രവർത്തിക്കുവാനുള്ളവൻ. യേശുവിൻ നാമത്തിൽ ആമേൻ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സ്നേഹിക്കുന്നവരാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. അവരെ നോക്കി വചനം പറയുന്നു, നിങ്ങൾക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നല്ല, സകലവും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അഥവാ ഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തെയും, അതവന് ദോഷമാകട്ടെ, അതവന് ഗുണമാകട്ടെ, അതിനെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകലിലും എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഭയെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കരയുന്ന വിഷയമായിരിക്കാം, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം, നിങ്ങൾ വേദനിക്കുന്ന വിഷയമായിരിക്കാം, നിങ്ങൾ ഇനി ജീവിതമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന, എല്ലാം അവസാനിച്ചു, ഇനി ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, ഈ അവസ്ഥ തുടർന്നാൽ എനിക്ക് അധികകാലം ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. എന്നാൽ കേൾക്കണമേ, ഈ അവസ്ഥയിൽ എന്താണ് ലോകം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറയും പോലെ നിങ്ങൾ ആ കുഴിയിലോട്ട് വീഴാൻ നിൽക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ തട്ടിത്തള്ളി കുഴിക്കകത്തിടും. ആമേൻ സ്തോത്രം. എന്നാൽ വചനം പറയുന്നു, ആമേൻ സ്തോത്രം, നിങ്ങൾ അനുഭവിക്കുന്നത് കഷ്ടതയാണെങ്കിൽ ആ കഷ്ടതയെ കൂടെ നിങ്ങളുടെ നാളെയുടെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ കൂടെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. നിന്റെ ഇന്നലകളിലെ കണ്ണുനീരിന്റെ ഫലമായി ഇന്ന് നീ ജീവനോടിരിക്കുന്നുവെങ്കിൽ, ഇന്നലകൾ നീ കരഞ്ഞതിന്റെ ഫലമായി പലതും നഷ്ടപ്പെട്ടു പോകാതെ, പലതും തീർന്നു പോകാത്ത അവസ്ഥയിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ, അത്
ദൂത് നിന്നോടാണ്, കേൾക്ക്. ഒന്നും തീർന്നിട്ടില്ല. ഇന്നത്തെ നിന്റെ കണ്ണുനീരിന്റെ ഫലമായി നാളെ നീ ഏറ്റവും വിലയേറിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കൊയ്ത്തിന് ഒരുങ്ങുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം, നിന്റെ സങ്കടത്തെ സന്തോഷമാക്കി തീർക്കുന്ന ദൈവം, നിന്റെ വ്യാധിയെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, നിന്റെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവം. അതെ, നീ വിളിച്ചു പറയും, അതെനിക്ക് സംഭവിച്ചത്, അതെനിക്ക് ഭവിച്ചത്, അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായത് നന്നായി. അതെ, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, അങ്ങനെ ഒരു ദുഃഖകാലം, അങ്ങനെ ഒരു കഷ്ടകാലം, അങ്ങനെ ഒരു കണ്ണുനീരിന്റെ കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എനിക്ക് നന്നായി എന്ന് പറയുവാൻ തക്കവണ്ണം. അതേ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും നിന്റെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. ആമേൻ. രണ്ട് വിധത്തിൽ ഈ വിധത്തിലുള്ള ആമേൻ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളെ, പ്രതിസന്ധികളെ, വെല്ലുവിളികളെ ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നത് വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായി, ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടത, തിന്മ, ആമേൻ, അല്ലെങ്കിൽ പിശാചോ മനുഷ്യനോ അവന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി അവന് തന്നെ നന്മയായി മാറും. സ്തോത്രം, ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, മനുഷ്യരോ പിശാചോ സാഹചര്യങ്ങളോ നിങ്ങൾക്ക് വിരോധമായി, അല്ലെങ്കിൽ ഒരു ഭക്തന് വിരോധമായി പ്രവർത്തിക്കുന്ന പ്രവൃത്തി, ആമേൻ, സ്തോത്രം, പിന്നത്തേതിൽ അഥവാ ദൈവം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാകും. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് പ്രവർത്തിച്ച ഓരോ പ്രവൃത്തിയെയും ദൈവം നിങ്ങൾക്ക് നന്മയാക്കി മാറ്റും. ആമേൻ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമതായി, വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഒരു ഭക്തന്റെ ജീവിതത്തിൽ അഥവാ ഒരു ദൈവം സ്നേഹിക്കുന്ന വിളിക്കപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു തിന്മ പ്രവൃത്തി പിശാച് ചെയ്താൽ, അത് പിശാചാകാം, മനുഷ്യനാകാം, സാഹചര്യങ്ങളാകാം, അവൻ അനുഭവിക്കുന്ന ഒരു തിന്മ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് അനേകർക്ക് നന്മയായി മാറും. ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടി പറയട്ടെ, നീ തിന്മ അനുഭവിച്ചാൽ അനേകർ നിന്റെ തിന്മയെ നന്മയായി അനുഭവിക്കുവാൻ പോകുക. ഭക്ത, എന്നെ കേൾക്കുന്ന പ്രിയരേ, ആമേൻ, നീ തിന്മയായതൊന്ന് അനുഭവിച്ചാൽ അനേകർ അത് നന്മയായി നിന്നിലൂടെ അനുഭവിക്കുവാൻ പോകുക. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ആ വാക്യത്തിൽ, നിങ്ങൾ ഈ വാക്യം വളരെ ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ദൈവത്തിന്റെ വചനം എത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറും. ഒന്നാമതായി വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന കണ്ണുനീരിന്റെ നിലവിളിയുടെ അനുഭവങ്ങളെ ദൈവം നന്മയാക്കി മാറ്റും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നു വന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, വെല്ലുവിളികളെ ദൈവം നന്മയാക്കി തീർക്കും. രണ്ടാമതായി പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു, അഥവാ ദൈവം നിങ്ങളെ മുൻ നിർണയപ്രകാരം വിളിച്ചു. ദൈവം നിങ്ങളെ വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത അനേകർക്ക് നന്മയായി തീരും. ആമേൻ. ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത നിങ്ങൾക്ക് നന്മയായി തീരും. ദൈവം നിങ്ങളെ വിളിച്ചതുകൊണ്ട്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സ്തോത്രം കഷ്ടത അനേകർക്ക് നന്മയായി മാറും. ആമേൻ. അവിധത്തിലുള്ള രണ്ട് സംഭവങ്ങൾ കൂടെ വേദപുസ്തകത്തിൽ നിന്ന് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. സ്തോത്രം. നോക്കൂ, യോബിന്റെ പുസ്തകം നമുക്കേറെ സുപരിചിതമാണ്. ചുരുക്കമായി ആ ഭാഗമൊന്ന് തൊട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കാരണം ഞാൻ പറയുവാൻ പോകുന്ന ദൈവാലോചന നിങ്ങൾക്ക് യോബ് എന്ന ഭക്തനിലൂടെ വേഗത്തിൽ തിരിച്ചറിയുവാനും ആ വിടുതൽ ഏറ്റെടുക്കുവാനുമായി കഴിയും. നോക്കൂ, 1-ാം അധ്യായം യോബിന്റെ പുസ്തകം 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, അവിടെ പിശാചിന്റെ ഒരു പ്രവൃത്തിയുടെ പരിസമാപ്തി കാണുവാൻ കഴിയുന്നു. ആമേൻ. ശ്രദ്ധിക്കണമേ, 3-ാമത്തെ വാക്യം മുതൽ പിശാചിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. അത് 19-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ അത് പരിസമാപ്തിയിലേക്ക് എത്തി. 20-ാമത്തെ വാക്യത്തിൽ അതിന്റെ പൂർണ്ണത നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് പൂർണ്ണത? ഒരു മനുഷ്യന്റെ ജീവിതത്തെ പിശാച് തകർത്ത് കളഞ്ഞു. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പിശാച് യോബിന്റെ വേലി പൊളിച്ചു കളഞ്ഞു. ആമേൻ. സ്തോത്രം. യോബിന്റെ വേലി പൊളിച്ചു കളഞ്ഞു. ദൈവം യോബിനെ കെട്ടി സംരക്ഷിച്ചിരുന്ന, പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന, അതേ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ ദൈവം പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന എന്ന് തന്നെ പറയാം. അങ്ങനെ ദൈവം സംരക്ഷിച്ചിരുന്ന അതേ സ്തോത്രം യോബിന്റെ ജീവിതത്തിലേക്ക് പിശാചായവൻ
കടന്നു വന്ന് ആ വേലി വലിച്ചു പൊളിച്ചു കളഞ്ഞു. ഫലമോ സകലതും നഷ്ടപ്പെട്ടവനായി യോബ് തീർന്നു. എന്നെ കേൾക്കുന്ന പലരും പരാതിയായി പറയുന്ന ഒരു കാര്യമാണ്, ദൈവദാസനെ നല്ലതെന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ആശ്വസിക്കുവാൻ കഴിയുമായിരുന്നു. അതെ, പലപ്പോഴും നമ്മൾ അവിധത്തിലായി തീരാറുണ്ട്. നല്ലതൊന്നും പറയുവാനില്ല, ഒരു നല്ല തൊഴിലിനെ കുറിച്ച് പറയുവാനില്ല, കുടുംബത്തിനകത്ത് നല്ലതൊന്നും പറയുവാനില്ല, നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത അവസ്ഥ, ശരീരത്തിൽ ആരോഗ്യകരമായ അനുഭവങ്ങൾ ഏതെങ്കിലും അവയവത്തിലുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ട അവസ്ഥ, അവിധത്തിൽ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് മാറി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം സന്തോഷത്തോടെ അല്പസമയം ഇരിക്കുമെങ്കിൽ തൊട്ടടുത്ത് വലിയ കരച്ചിലും കണ്ണുനീരുമായി മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്തോത്രം ഒന്ന് സന്തോഷിക്കുവാനോ ഒന്ന് ആശ്വസിക്കുവാനോ കഴിയാത്തത്? അതെ, നിങ്ങൾക്ക് മുമ്പിൽ യോബ് എന്ന ഭക്തനുണ്ട്. അതെ, നല്ലതൊന്നും പറയുവാൻ ഇല്ലാത്ത വിധത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ, പിശാചായവൻ സകലത്തെയും നഷ്ടപ്പെടുത്തി, അഥവാ വലിയ കഷ്ടത്തിൽ യോബിനെ ആക്കി. യോബിനെ പോലെ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന പ്രിയരെ കേൾക്കണമേ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പിശാച് പൊളിച്ചു കളഞ്ഞ വേലിയെ ദൈവം അല്പം ദൂരെ മാറ്റി വിശാലമായി അടിച്ചു. ആമേൻ. കേൾക്കണമേ, യോബിന് ദൈവം ആ കഷ്ടത്തെ നന്മയാക്കി മാറ്റി. പിശാച് പറഞ്ഞു, ഞാൻ ഇവനെ കഷ്ടപ്പെടുത്തും. പിശാച് പറഞ്ഞു, ഞാൻ ഇവനെ ദണ്ഡിപ്പിക്കും. പിശാച് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് ഇവനെ അകറ്റും. പിശാച് പറഞ്ഞു, നിന്റെ സാക്ഷ്യത്തെ, ഇവനെ ചൊല്ലിയുള്ള നിന്റെ സാക്ഷ്യത്തെ ഞാൻ നഷ്ടപ്പെടുത്തി കളയും. പിശാച് പറഞ്ഞു, എന്റെ ഇഷ്ടം ഇവനിൽ നിവർത്തിക്കും. ദൈവം പറഞ്ഞു, നോ, പന്ന പിശാചേ, നിനക്കറിയത്തില്ല, യോബ് എന്നെ സ്നേഹിക്കുന്നവനല്ല, ഞാൻ സ്നേഹിക്കുന്നവനും കൂടെയാണ്. ആമേൻ. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവനെ, ഞാൻ സ്നേഹിക്കുന്നവനെ കഷ്ടതയിട്ട് നിനക്ക് എന്നിൽ നിന്ന് അകറ്റുവാൻ കഴിയത്തില്ല. അവന്റെ വായ് കൊണ്ട് എന്നെ ഉപേക്ഷിച്ചു കളയുവാൻ, എന്നെ തള്ളി പറയിപ്പിക്കുവാൻ നിനക്ക് കഴിയത്തേയില്ല. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇന്ന് പകലും ഒരു ഉറപ്പുണ്ട്. ഏത് കഷ്ടതയുടെ മധ്യത്തിലും, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ഏത് വെല്ലുവിളിയുടെ മധ്യത്തിലും നിങ്ങൾ അവനെ തള്ളി പറയത്തില്ല. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രതിസന്ധികൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും, കഷ്ടനഷ്ടങ്ങൾ കടന്നു വരും. എന്നാൽ തിരിച്ചറിയുക, നിങ്ങളെ ഇന്നയോളം കാത്തു പരിപാലിച്ച ഒരു കർത്താവ്, കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ പലപ്പോഴും തകർന്നു പോകേണ്ട, നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത്, ജീവനുള്ളവരുടെ ദേശത്ത് നിങ്ങളെ ശേഷിപ്പിച്ച കർത്താവ്, എന്റെ സർവശക്തനായ ദൈവം, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനെ തള്ളിക്കളയരുത്. എന്റെ ദൈവത്തിന് ഉറപ്പുണ്ട്, നിങ്ങൾ തള്ളിക്കളയത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പിശാച് പറഞ്ഞു അവൻ തള്ളിക്കളയും. പിശാച് പറഞ്ഞു അവൻ നിന്നെ ഉപേക്ഷിക്കും. പിശാച് പറഞ്ഞു അവൻ നിന്നോട് മത്സരിക്കും. ആമേൻ, സ്തോത്രം. ദൈവം പറയുന്നുണ്ട്, നിങ്ങളെ പേര് ചൊല്ലി നിങ്ങളുടെ സ്തോത്രം ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്ന പിശാചിനോട്, ആമേൻ, ദൈവം പറയുന്നുണ്ട്, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് കഷ്ടത വന്നാലും, ഇന്നലകളിൽ ഞാൻ നടത്തിയ എൻ്റെ മക്കൾ എന്നെ തള്ളിക്കളയത്തില്ല. ഇന്നലകളിൽ ഞാൻ കൂടിരുന്ന എൻ്റെ മക്കൾ എന്നെ തള്ളിക്കളയത്തില്ല. എന്നെ അവർ ഉപേക്ഷിച്ച് കളയത്തും ഇല്ല. ആമേൻ, സ്തോത്രം. എന്താണ് സംഭവിച്ചത്? ആമേൻ, സ്തോത്രം. ആ കഷ്ടതയ്ക്കപ്പുറം, പിശാചിന്റെ പ്രവൃത്തികൾക്കപ്പുറം ദൈവം വിശാലത വരുത്തുന്ന അത്ഭുതകരമായ നന്മയുടെ പ്രവൃത്തി യോബ് അനുഭവിച്ചു. മനുഷ്യനോ പിശാചോ സാഹചര്യങ്ങളോ എന്ത് തന്നെ ആകട്ടെ, നല്ലതൊന്നും പറയുവാനില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചാലും, എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി നിങ്ങൾക്ക് ജയം നൽകുന്ന സർവശക്തനായൊരു ദൈവമുണ്ട്. അവൻ ഈ അവസ്ഥയെ മാറ്റും. അവൻ തിന്മയ്ക്കായി പിശാച് ചെയ്തതിനെ നന്മയ്ക്കാക്കി മാറ്റും. അതേ, യോബിനെ പോലെ നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനായതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തിന്മയായി തീരുവാൻ നിന്റെ ബന്ധുക്കളാകട്ടെ, ചാർച്ചക്കാരാകട്ടെ, പിശാചാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, ഓ സ്തോത്രം, ശത്രുക്കളാകട്ടെ, അവർ ചെയ്തതിനെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അതേ, ലോകം പിശാചും ചെയ്തതിനെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ പ്രൈസർ ഫാമിലിക്ക് പറയുവാനുണ്ട്. ആമേൻ. ഒരു പക്ഷേ ഞാൻ പറയുവാൻ പോകുന്ന സാക്ഷ്യം ഈ എനിക്കൊപ്പം ഇപ്പോൾ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയുടേതാണെങ്കിൽ സഹോദരി ഒരു ആമേൻ ഇട്ടേക്കണമേ. ആമേൻ. ചില സ്തോത്ര മാസങ്ങൾക്ക് മുമ്പ്, ആമേൻ, സ്തോത്രം, ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. ആമേൻ. കുവൈറ്റ് എന്ന സ്ഥലത്ത്, ആമേൻ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സഹോദരി, തന്റെ ഭർത്താവും അവിടെ തന്നെയാണ്, രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ചില
പ്രശ്നങ്ങളുണ്ടായി. ആ സഹോദരിയുടെ ജോലി നഷ്ടപ്പെട്ടു പോയി. ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. ആ സഹോദരി വളരെ വേദനയോടെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ഇതാണ്. അവരുടെ ജോലി തിരികെ കിട്ടണമെന്നല്ല പറഞ്ഞത്. ദൈവദാസനെ, നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരിക. കുഞ്ഞുനാളിലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനൊപ്പം നിന്ന ഞാൻ, ആമേൻ, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എന്ത് കാര്യം ഞാൻ ചെയ്താലും എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഞാനൊരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുത്തില്ല. ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടല്ലാതെ, ഒരു പ്രവാചകൻ സംസാരിച്ചല്ല ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടത്. എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് കോളേജിൽ പഠിക്കണം, ഏത് രാജ്യത്ത് ചെന്നെത്തണം, എന്ത് ചെയ്യണം, ആരെ വിവാഹം കഴിക്കണം എന്നിത്യാദി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ കർത്താവ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത്ര നാൾ സന്തോഷത്തോടെ ഞാനായിരുന്നു. പലരും ദൈവാലോചനകൾക്കായി പലരുടെയും പിന്നാലെ പോകുമ്പോൾ എനിക്കൊരപ്പനുണ്ട്, അവൻ എന്നോട് സംസാരിക്കുവാൻ മകളെ എന്ന് വിളിച്ച് അർദ്ധരാത്രികളിൽ ഇറങ്ങി വരുമെന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഞാനിതാ തകർക്കപ്പെട്ടവളായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു തരിക, എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരുന്ന, എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം മാത്രം മതി എന്ന് ചിന്തിച്ചായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത? ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതേ ചോദ്യമുണ്ട്. ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച നാൾ മുതൽ വിശ്വസ്തയോടെ ആയിരിക്കുന്ന, പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് കർത്താവിന്റെ ആലോചന കേട്ട് കർത്താവിന്റെ ഇഷ്ടത്തിന് മുഖ്യത്വം കൊടുത്ത് ജീവിച്ച എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ കഷ്ടത? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ കഷ്ടത? കേൾക്കണമേ, ആ സഹോദരിയുടെ വാക്കുകൾ എനിക്കും കേട്ടപ്പോൾ വളരെ സങ്കടമായി തോന്നി. കാരണം ഞങ്ങൾ പോലും കൊതിക്കുന്നതാണ്. പലപ്പോഴും ഞങ്ങൾക്ക് പോലും അവിധത്തിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുവാൻ പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ആ സഹോദരിക്ക് അതിനുള്ള സാവകാശമുണ്ടായി, അതിനുള്ള കൃപ ദൈവം നൽകി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവളുടെ കൃപ, അവളുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയത്രേ. ആ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ആമേൻ. ഒരു കാൽ വെച്ചാലും രണ്ട് കാൽ വെച്ചാലും അത് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണമായിരിക്കണം. ആമേൻ, സ്തോത്രം. എൻ്റെ വഴി, എൻ്റെ ഇഷ്ടം, ഞാൻ പോകുന്നത് എടുത്ത് ദൂരെ കളയുക. ആമേൻ, ഹല്ലേലൂയ. നീ പോകുന്നത് പോലെ തിരിച്ചു വരുവാൻ കഴിയണമെങ്കിൽ, നീ പോകുന്നത് പോലെ തിരിച്ചു വരുവാൻ കഴിയാത്തൊരു ലോകത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, കാൽ വയ്ക്കുന്നെങ്കിൽ അത് പ്രാർത്ഥിച്ചിട്ടായിരിക്കണം. ആമേൻ. ഏത് വഴിക്ക് ഇറങ്ങുമ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ആമേൻ, സ്തോത്രം. നിങ്ങൾ തുറങ്ങേണ്ടത്. ആമേൻ. നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിൽ സാക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് മറ്റൊരു സാക്ഷിയെ കൂടെ പരിചയപ്പെടുത്തി മുൻപോട്ട് പോകേണ്ടതുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദിന്റെ മകനായ ശലോമോൻ, ആമേൻ, സ്തോത്രം, ദാവീദിന്റെ മകനായ ശലോമോൻ എപ്പോഴാണ്, ആമേൻ, ദാവീദിൽ നിന്ന് രാജ്യഭാരം ഏറ്റെടുക്കുന്ന സമയത്ത് എടുത്തു പറയുവാൻ തക്ക പ്രത്യേകത ഒന്നും ശലോമോനില്ല. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക. ശലോമോനേക്കാൾ ശക്തന്മാരായ ആയുധപാണികൾ അവിടെയുണ്ട്. ശക്തന്മാരായ, ആമേൻ, പ്രഭുക്കന്മാർ, സ്തോത്രം, ദാവീദിന്റെ രാജധാനിയിലുണ്ട്. സ്തോത്രം, ആയുധം പ്രയോഗിക്കുവാൻ കഴിവുള്ള പടയാളികളുണ്ട്, വില്ലാളി വീരന്മാരുണ്ട്. ആയിരങ്ങളെയും നൂറുകളെയും സ്തോത്രം ദാവീദിനൊപ്പം നിന്ന് കൊന്നവരുണ്ട്. അങ്ങനെ പേര്, പ്രശസ്തി, പെരുമയുള്ള, പ്രാഗൽഭ്യമുള്ള ഒത്തിരി പേർ ഉള്ള സമയത്താണ് ശലോമോൻ, ആമേൻ, രാജാസനത്തിലേക്ക് വരുന്നത്. അഥവാ രാജാവായി ദാവീദിന്റെ പിന്മുറക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആമേൻ. ശലോമോന്റെ ആ സമയം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവൻ വീട്ടിനകത്ത് മാത്രം ഇരിക്കുന്ന അമ്മ ബർഷേബയോടൊപ്പം നടക്കുന്ന ഒരു സാധാരണ ചെറുക്കനായിരുന്നു. രാജ്യഭാരം ഏറ്റെടുക്കുവാൻ തക്ക മിടുക്കോ കഴിവോ തികവോ ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ആമേൻ, ശലോമോൻ. ശലോമോനെ പോലെ, ആമേൻ, സ്തോത്രം, അவ்விധത്തിൽ പറയത്തക്ക ഒരു മിടുക്കുമില്ലാത്ത പിന്നെ ഒരു രാജാവിനെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ, നേരാം വഴി വന്ന ഒരു രാജാവിനെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പാടായിരിക്കാം. ആമേൻ. നോക്കൂ, ആമേൻ, ദാവീദ് ആട്ടിടയനായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ദാവീദ് ആട്ടിടയൻ മാത്രമല്ല, അവൻ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം പല കഴിവുകളും ഉള്ളവനായിരുന്നു. അவ்விധത്തിൽ പറയത്തക്ക ഒരു കഴിവും ശ്രേഷ്ഠതയും ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ ഏറ്റവും സമ്പന്നനായ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ഇഷ്ടം നിവർത്തിക്കുവാൻ കാരണമായ, ദൈവത്തിന്റെ നാമത്തിൽ ആലയം പണിയുവാൻ കാരണമായ ഒരു വ്യക്തിയായി ശലോമോൻ മാറിയത്? ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ശലോമോൻ രാജ്യഭാരം ഏറ്റെടുക്കുന്നു. ചുറ്റും കൂടി നിന്ന ശക്തന്മാരായ, ആ ആയുധം ധരിച്ചിരുന്ന അല്ലെങ്കിൽ പ്രഭുക്കന്മാരായ, കരുത്തന്മാരായ എല്ലാവരും പറഞ്ഞു കാണുന്നു, ഇവൻ എത്ര ദിവസം, ഇവനെ ഞങ്ങൾ വീഴ്ത്തും, ഇവന് ഞങ്ങൾ പണി കൊടുക്കും, ഇവൻ ഒരിടത്തും എത്തത്തില്ല, ഇവന്റെ അപ്പനെ പോലെ അറിയപ്പെടത്തില്ല, ഇവൻ അധികകാലം പോകത്തില്ല, ഞങ്ങൾക്ക് സിംഹാസനം കിട്ടും, ഞങ്ങൾക്ക് ഭരിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം നിറവേറും. ചുറ്റും നിന്നവർ അങ്ങനെ ആഗ്രഹിച്ച്, അങ്ങനെ പ്രതീക്ഷിച്ചായിരിക്കുന്നു. എന്നാൽ കേൾക്കണമേ, ആമേൻ, സ്തോത്രം, യുദ്ധ നൈപുണ്യം ശലോമോന് ഇല്ലായിരിക്കാം. ആമേൻ. ആയുധങ്ങൾ കൊണ്ട് ഒരു കളി നടത്തുവാൻ, അല്ലെങ്കിൽ ഒരു യുദ്ധം നടത്തുവാനുള്ള പ്രാവീണ്യം ശലോമോൻ ഇല്ലായിരിക്കാം. യുദ്ധ നൈപുണ്യമില്ലായിരിക്കാം. സ്തോത്രം, പല ലോകപ്രകാരമുള്ള ജ്ഞാനവും ഇല്ലായിരിക്കാം. എന്നാൽ ശലോമോന് ഒന്നറിയാം, എൻ്റെ അപ്പനൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന് എന്നെ
ഏത് സാഹചര്യത്തിലും വളർത്തുവാനും വലുതാക്കുവാനും കഴിയും. ആമേൻ. ശലോമോന് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ, നിന്റെ ജനത്തെ നടത്തുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ. അത് പറയുമ്പോൾ ശലോമോന്റെ ഉള്ളിലൊരു കാര്യമുണ്ടായിരുന്നു. ആമേൻ. എൻ്റെ മുൻപിലുള്ളവരിൽ യോദ്ധാക്കളുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, എൻ്റെ അപ്പനൊപ്പം ചേർന്ന ശക്തന്മാരുണ്ട്. ഇവരെ എല്ലാം നയിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ. നിങ്ങൾക്ക് മുൻപിലുള്ളവരിൽ ശക്തന്മാരുണ്ട്, കരുത്തന്മാരുണ്ട്, പേര് പ്രശസ്ത പെരുമയുള്ള പ്രഗത്ഭന്മാരുണ്ട്. നീ ഈ വിധത്തിൽ പറഞ്ഞതൊന്നും ഇല്ലാത്തവനും ഇല്ലാത്തവളുമായിരിക്കും. കേൾക്ക്, പ്രാർത്ഥനയോടെ നീ തുടങ്ങ്. ആമേൻ. നിനക്ക് മുമ്പിൽ ഒരു ശത്രുവിനും എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയത്തേയില്ല. ഒരു ശത്രുവിനെ നിന്റെ വാഗ്ദത്തത്തെ കവർന്നു കളയുവാൻ കഴിയത്തില്ല. ഓരോ പ്രഭാതങ്ങളും പ്രാർത്ഥനയോടെ തുടങ്ങ്. നിങ്ങൾ ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ ഇറങ്ങ്. സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ്. ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ്. അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പ്രവേശിക്ക്. ഏത് മേഖലയിൽ നിങ്ങളായിരുന്നാലും പ്രാർത്ഥനയോടെ തുടങ്ങ്, പ്രാർത്ഥനയോടെ തുടങ്ങ്. നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തേ ഇല്ല. നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തേ ഇല്ല. ആ സഹോദരി പറഞ്ഞു, ഈ വിധത്തിൽ ദൈവാലോചന കേട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം കടന്നു വന്നു? നിങ്ങൾ പറഞ്ഞു തരിക ദൈവദാസനെ. ആ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ച ഭാഗത്തിലൂടെ സംസാരിക്കുകയുണ്ടായി. ഒന്ന്, അവളെ ദൈവം അധികം സ്നേഹിക്കുന്നു. രണ്ട്, ദൈവം ഏറെ സ്നേഹിച്ച ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. അർത്ഥം ഇയ്യോബ് തകർന്നു പോകുവാൻ അല്ല. ആമേൻ, സ്തോത്രം. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, സഹോദരി, നിന്നെ ഏറെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഒരുപാട് ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സഹോദരി പകുതി ചിരിയോടെ പറഞ്ഞു, ദൈവദാസനെ, ഇതിങ്ങനെ വെറുതെ എല്ലാവരും പറയുന്നത് പോലെ ഒരു ക്ലേശയ വാക്കല്ലേ? ഞാൻ പറഞ്ഞു, സഹോദരി, ഒരിക്കലുമല്ല. ഇത് ക്ലേശയായി തോന്നുന്നത് 2000 വർഷമായി ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ, സ്തോത്രം. ചുറ്റുപാടും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ, സ്തോത്രം. നീ പ്രാർത്ഥിക്ക്, നിനക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. കുവൈറ്റിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേര് സങ്കടത്തോടെ എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ സ്നേഹിച്ച ദൈവം, ആമേൻ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുത്തിയെന്ന് ആമേൻ, സ്തോത്രം, ചോദ്യം ചോദിച്ച സഹോദരി തൻ്റെ ഭർത്താവിനൊപ്പം തൻ്റെ 2 മക്കൾക്കുമൊപ്പം ഇന്നൊരു യൂറോപ്യൻ രാജ്യത്തിൽ ആയിരിക്കുന്നു. ആമേൻ. കേൾക്കണമേ, ആ കഷ്ടതയെ ദൈവം നന്മയാക്കി മാറ്റി. കുവൈറ്റിൽ ആ സഹോദരി അനുഭവിച്ച കഷ്ടതയെ യൂറോപ്പിൽ ദൈവം നന്മയാക്കി മാറ്റിയെങ്കിൽ ഇതിനകത്ത് കണ്ണുനീരോടെ പലവിധമാകുന്ന നഷ്ടങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ അനുഭവിക്കുന്ന കഷ്ടത്തെ എൻ്റെ ദൈവം നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നന്മയായി നിനക്ക് തിരികെ തരും. നീ പ്രതീക്ഷിക്കാത്ത രാജ്യത്ത്, നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ, നീ യേശുവിൻ നാമത്തിൽ താങ്ക് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഭക്തരായതുകൊണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നത് കൊണ്ട് കേൾക്കണമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ, നിങ്ങളെ കരയിപ്പിക്കുവാൻ, നിങ്ങളെ കഷ്ടപ്പെടുത്തുവാൻ, നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ പിശാചിന് കഴിയത്തില്ല എന്നൊരിക്കലും ഒരു വിഡ്ഢിയായി ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് വേദപുസ്തകം അറിയാം. അതിലുപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിൽക്കുന്നു. ആമേൻ. നിങ്ങളെ ഏതറ്റം വരെയും ആമേൻ പിശാച് കൊണ്ടുപോകും. ആമേൻ. യേശുവിനെ ആമേൻ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് കൊണ്ടു നിർത്തി ചാടിക്കുവാൻ നോക്കിയവനാണ് പിശാച്. ആ പിശാചിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. അവൻ നിങ്ങളെ കഷ്ടപ്പെടുത്തും, അവൻ നിങ്ങളെ ഉപദ്രവിക്കും, അവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തും, അവൻ നിങ്ങളെ നിരാശപ്പെടുത്തും, അവൻ നിങ്ങളെ തളർത്തിക്കളയും, അവൻ നിങ്ങളെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ തക്കവണ്ണം എഴുന്നേറ്റ് വരും. എന്നാൽ കേൾക്കണമേ, നിങ്ങൾക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. കാരണം നിങ്ങൾ അവനാൽ സ്നേഹിക്കപ്പെടുന്നവരത്രേ. ആമേൻ. നിങ്ങളെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ചെയ്യുന്ന തിന്മയെ ദൈവം നന്മയാക്കി മാറ്റും. ആമേൻ. ഹല്ലേലൂയ. ഈ വിധത്തിൽ സാക്ഷ്യം പറയുവാൻ തുടങ്ങിയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കൊറോണ കാലത്ത് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആവർത്തിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുമെങ്കിൽ ഇന്നലകളിൽ അവിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തിന്മയെ നന്മയാക്കിയത് നിങ്ങളോട് ഈ രാത്രിയിൽ കർത്താവ് സംസാരിക്കും. ആമേൻ. ഒന്ന് ഓർത്തു നോക്ക്, ആ സഹോദരിയെ പോലെ പല വാതിലുകളും അടഞ്ഞ് നിങ്ങളായിരുന്നപ്പോൾ ആമേൻ ആ തിന്മയെ നന്മയാക്കി തന്ന ദൈവത്തെ നിങ്ങൾ കണ്ടില്ലേ? ആമേൻ. ദൈവം നിങ്ങൾക്ക് തിന്മയെ നന്മയാക്കി തന്നില്ലേ? ശത്രുവിൻ്റെ വെല്ലുവിളികളെ ദൈവം നിങ്ങൾക്ക് നന്മയാക്കി തന്നില്ലേ? ശത്രു ഒരുക്കിയ പദ്ധതികളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റി തന്നില്ലേ? ഓ റീധാര ഷഖറദരേ ശന്ധാരകന യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇന്നലകളിൽ പ്രവർത്തിച്ച കർത്താവ്, ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവ്, ഇന്നലകളിൽ മനുഷ്യനും പിശാചും ലോകവും തിന്മയായി ചെയ്തതിനെ നന്മയാക്കിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ
നിങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്. 12-ാമത്തെ വാക്യത്തിൽ യോബിന്റെ പുസ്തകം 42:12 പറയുന്നു, അവന്റെ പിൽക്കാലത്തെ മുൻകാലത്തെക്കാൾ കൂടുതൽ ദൈവം അനുഗ്രഹപൂർണമാക്കി തീർത്തു. അവനുണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി ദൈവം തിരികെ നൽകി. ദൈവം യോബിനെ മാനിച്ചു. എന്തുകൊണ്ട്? യോബിന്റെ ജീവിതത്തിൽ പിശാച് ഒരു കഷ്ടതയുമായി കടന്നു വന്നു. നിന്റെ ജീവിതത്തിൽ മനുഷ്യനോ പിശാചോ കഷ്ടതയുമായി കടന്നു വരുമ്പോൾ നീ തിരിച്ചറിയ്, പിശാച് മാത്രമല്ല, അപ്പുറത്തൊരു ദൈവമുണ്ട്. അവൻ എല്ലാ കാലത്തും കണ്ടു കാണാത്തതുപോലെ ഇരിക്കത്തില്ല. അവൻ എല്ലാ കാലത്തും മുഖം മറച്ചിരിക്കത്തില്ല. അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് നിന്നെ കരയിപ്പിക്കുന്ന, ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ വിഷയങ്ങളെ നിന്റെ നന്മയാക്കി എൻ്റെ ദൈവം മാറ്റും. ഇന്നത്തെ നിന്റെ സ്തോത്രം പ്രാർത്ഥനാ വിഷയത്തെ നാളത്തെ സാക്ഷ്യമാക്കി എൻ്റെ ദൈവം മാറ്റും. ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന, ഇന്ന് നിന്നെ നിരാശപ്പെടുത്തുന്ന നിന്റെ തലമുറയെ സാക്ഷ്യമാക്കി എൻ്റെ ദൈവം മാറ്റും. അതെ, നിന്റെ ഭർത്താവിനെ സാക്ഷ്യമാക്കി എൻ്റെ ദൈവം മാറ്റും. നിന്റെ തൊഴിലിനെ സാക്ഷ്യമാക്കി എൻ്റെ ദൈവം മാറ്റും. നീ ആയിരിക്കുന്ന സ്ഥാനത്തെ സാക്ഷ്യമാക്കി എൻ്റെ യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ. അപ്പോൾ എന്താണ് യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒന്നാമതായി ഞാൻ പറഞ്ഞു, തന്നെ സ്നേഹിക്കുന്നവർക്ക് യോബിനെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് പിശാച് അവന്റെ വേലി പൊളിച്ചു കളഞ്ഞു. ദൈവം അത് അല്പം കൂടെ നീക്കിക്കെട്ടി. അഥവാ യോബിന്റെ ജീവിതത്തിൽ ദൈവം വിശാലത വരുത്തി. യോബിന്റെ ജീവിതത്തിൽ ദൈവം വിശാലത വരുത്തി. പ്രാർത്ഥിക്കുന്ന ഭക്തൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു ഭക്തനെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. യബ്ബേസ് എന്നാണ് ആ ഭക്തന്റെ പേര്. 4-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. നിങ്ങൾ വായിച്ചു നോക്കുക. യബ്ബേസിന് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. യബ്ബേസിന്റെ പ്രാർത്ഥന ഇതാണ്. എന്താണ് യബ്ബേസ് പ്രാർത്ഥിച്ചത്? ദൈവമേ, ഈ അനർത്ഥം വ്യസന കാരണമായി തീരാതെ നിന്റെ കരം എന്നോട് കൂടിരുന്ന്. ആമേൻ, ആമേൻ, സ്തോത്രം. അവിടെ നിൽക്കട്ടെ. സ്തോത്രം. യബ്ബേസ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതാണ് അനർത്ഥം വ്യസന കാരണമായി തീരാതെ. ഒന്നവിടെ ഉണ്ട്, അനർത്ഥമുണ്ട്. എപ്പോഴാണ് യബ്ബേസ് അപ്പോൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്? ഒരു വലിയ അനർത്ഥത്തിൽ യബ്ബേസ് ആയിത്തീർന്നു. ആ സമയം പ്രാർത്ഥിക്കുന്ന ഭക്തന് വെളിപ്പാടുണ്ടായി. ആമേൻ, സ്തോത്രം. ഈ അനർത്ഥം വ്യസന കാരണമായി തീർക്കാതിരിക്കുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആമേൻ. അതുകൊണ്ട് യബ്ബേസ് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? വ്യസന കാരണമായി തീരരുതേ, ഞാൻ കരഞ്ഞു തീരുവാൻ ഇടവരരുതേ, ഞാൻ നഷ്ടപ്പെട്ടവനായി തീരുവാൻ ഇടവരരുതേ. പ്രാർത്ഥിക്കും സഹോദരി. ജോലി നഷ്ടപ്പെടുമ്പോൾ, കുടുംബത്തിനകത്ത് പ്രശ്നം വരുമ്പോൾ, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രാർത്ഥിക്ക്. അപ്പൊ ആ കടന്നു വന്ന അനർത്ഥം ഇതെന്നെ വ്യസനിപ്പിക്കരുതേ, ഇതെന്നെ വേദനിപ്പിക്കരുതേ, ഇതെന്നെ തകർത്ത് കളയരുതേ. ഭക്തന്റെ വെളിപ്പാട് തീരുന്നില്ല. ഉടനെ ഭക്തൻ തിരിച്ചറിയുകയാണ്, അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ ഭക്തനായിരുന്നിട്ടും ഒരു അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊന്നതാ എൻ്റെ പടിവാതിൽക്കൽ നിൽപ്പുണ്ട്, ഒരു വിശാലത. ആമേൻ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അനർത്ഥം വ്യസന കാരണമായി തീരാതെ എൻ്റെ അതിരുകളെ നീ വിശാലപ്പെടുത്തണമേ. യബ്ബേസ് തിരിച്ചറിഞ്ഞു, അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ മുമ്പിൽ വിശാലതയുണ്ട്. അതുകൊണ്ട് ദൈവമേ, നീ കരയിക്കാതെ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരണമേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അനർത്ഥം പടികടന്ന് വന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വെല്ലുവിളി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ലോക മനുഷ്യനെ പോലെ നിലവിളിക്കുന്നതിന് മുമ്പ് തിരിച്ചറിയ, വാതിൽക്കൽ ഒരു വിശാലതയുണ്ട്. പ്രാർത്ഥന ശാഖാരാധന, നിനക്ക് മുമ്പിൽ ഒരു വിശാലതയുണ്ട്, നിനക്ക് മുമ്പിൽ ഒരു വർധന. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി നന്ദി കർത്താവേ, നന്ദി യേശുവേ. നിനക്ക് മുൻപിൽ ഒരു വർധനമുണ്ട്. ആ തൊഴിലിടത്തിൽ നിനക്കൊരു വർധനമുണ്ട്. ആ കുടുംബത്തിനകത്ത് നിനക്കൊരു വർധനമുണ്ട്. ആ രാജ്യത്ത് നിനക്കൊരു വർധനമുണ്ട്. ദേശത്തിൽ നിനക്കൊരു വർധനമുണ്ട്. അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവരായിരുന്നിട്ടോ, നീ ദൈവത്തെ അറിയുന്നവരായിരുന്നിട്ടോ, നിന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർധനമുണ്ട്, ഒരു വർധനമുണ്ട്. വർഷങ്ങളായി നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ചില വർഷങ്ങളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില വ്യക്തികളോട് പറയുന്നു, ചില വർഷങ്ങളായി നീ ആയിരിക്കുന്ന അവസ്ഥ, ചില വർഷങ്ങളായി നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തുവാൻ പോകുക. അവൻ നീ തിരിച്ചറിയ, കടന്നു വന്നത് അനർത്ഥമാണെങ്കിൽ മുമ്പിൽ വിശാലത എന്ന സ്തോത്രം ദൈവപ്രവൃത്തിയുണ്ട്. കടന്നു വന്നത് അനർത്ഥമാണെങ്കിൽ, നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് അനർത്ഥമാണെങ്കിൽ, നിനക്ക് മുമ്പിൽ വിശാലത എന്ന ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഭക്തൻ പ്രാർത്ഥിച്ചത്. ദൈവമേ, ആമേൻ, അനർത്ഥം വന്നു, അത് വ്യസന കാരണമായി തീരാതെ എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. ഇന്നലകളിലേക്ക് നോക്കിയ ഭക്തനറിയാം, ഇസ്രായേലിന്റെ ചരിത്രം അറിയുന്ന ഭക്തനറിയാം, അനർത്ഥമുണ്ടെങ്കിൽ അപ്പുറത്ത് വിശാലതയുമുണ്ട്. ആമേൻ. ഇന്ന് പകലിലും നിങ്ങൾക്കൊപ്പമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മറ്റൊരിടത്തേക്ക് നോക്കണ്ട, എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഞാൻ വിളിച്ചു പറയും, നിങ്ങളൊരു കഷ്ടത കണ്ടിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ഒരു വിശാലതയുണ്ട്. നിങ്ങളൊരു കഠിനതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മുമ്പിൽ ഒരു വിശാലത
വിശാലതയുണ്ട്. നിങ്ങളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മുമ്പിലൊരു വിശാലതയുണ്ട്. ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നല്ല, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ആയതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. പക്ഷേ ദൈവം സ്നേഹിക്കണമെങ്കിൽ യോബിനെ പോലെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയും, യോബിനെ പോലെ എന്നും കഷ്ടത അനുഭവിക്കണോ? വേണ്ട, നേരുള്ളവനും നീതിമാനും നിഷ്കളങ്കനുമായിരുന്നാൽ മതി. ആമേൻ, സ്തോത്രം. ദൈവം നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും. നിങ്ങളിൽ നേരുണ്ടെങ്കിൽ, നിങ്ങളിൽ നീതിയുണ്ടെങ്കിൽ, നിങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആര് സ്നേഹിച്ചില്ലെങ്കിലും ദൈവം സ്നേഹിക്കും. ആമേൻ, സ്തോത്രം. എൻ്റെ നിഷ്കളങ്കത കൊണ്ടാണ് എന്നെ എല്ലാവരും വെറുക്കുന്നത്. ആരോ പറഞ്ഞ് കരയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് എൻ്റെ യേശോപ്പന് നിന്നെ ഒരുപാട് ഇഷ്ടം. ആമേൻ, ഹല്ലേലൂയ. നീ കപടമറിയാതെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നീ കപടമില്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നീ കള്ളമില്ലാതെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ ദൈവത്തിന് നിന്നെ ഏറെ ഇഷ്ടം. നിന്നെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ നീ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ആമേൻ, സ്തോത്രം. ദൈവത്തെ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ സ്നേഹിക്കാത്ത ആരുമില്ല. ഒരു ആശുപത്രിയിൽ പോയി നോക്കണം, നല്ലൊരു രോഗം വന്നാൽ എല്ലാവരും സ്നേഹിക്കും. ആമേൻ. കമ്മലിട്ടവനും കമ്മലിടാത്തവനും, കുറിയിട്ടവനും കുറിയിടാത്തവനും, തട്ടമിട്ടവളും തട്ടമിടാത്തവനും എല്ലാവരും സ്നേഹിക്കും. ആമേൻ. യേശു സൗഖ്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി, പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലെങ്കിലും സ്നേഹിക്കും. ആ സ്നേഹം പോരാ. നീ നീതിമാനായിരുന്നാൽ, നീ നിഷ്കളങ്കനായിരുന്നാൽ, നേരുള്ളവനായിരുന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കും. ആമേൻ. ദൈവം നിങ്ങളെ സ്നേഹിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മയെ ദൈവം നന്മയാക്കി മാറ്റും. വേഗത്തിൽ ആ രണ്ടാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി കർത്താവിൽ ശരണപ്പെടുന്നു. രണ്ടാമത്തെ ഭാഗം എന്താണ്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ആമേൻ അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമാറാക്കുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ കേട്ടു. ആമേൻ, സ്തോത്രം. ദൈവം സ്നേഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ, വെല്ലുവിളികളെ ദൈവം അവർക്ക് നന്മയാക്കി മാറ്റും. ആർക്ക്? കഷ്ടത അനുഭവിക്കുന്നവർക്ക് അത് നന്മയായി മാറും, കരയുന്നവർക്ക് അത് നന്മയായി മാറും, വേദനിക്കുന്നവർക്ക് അത് നന്മയായി മാറും. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, വിളിക്കപ്പെട്ടവർക്ക് അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു കഷ്ടത വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അനേകർ നന്മയായി, അനേകർക്ക് അനുഗ്രഹമായി മാറും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പിശാച് ഈശാനമൂലൻ എന്ന കാറ്റിൻ്റെ രൂപമെടുത്ത് ചുഴലിക്കാറ്റായി ഈജിയൻ കടലിടുക്കിൽ അതുവരെ ആഞ്ഞു വീശിയിട്ടില്ലാത്ത മാതിരി ആഞ്ഞു വീശി, അല്ലെങ്കിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ വീശുവാൻ ഇടയില്ലാത്ത വിധത്തിൽ സീസണെ മാറ്റിക്കൊണ്ട് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞു വീശി അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലെ വേലി പൊളിച്ചു കളഞ്ഞു. ആമേൻ. കടലിൽ മുങ്ങുന്ന പരുവമാക്കി. നീണ്ട ദിവസങ്ങൾ അപ്പോസ്തലനായ പൗലോസ്, ഏകദേശം 14 ദിവസം സൂര്യനെ കാണുവാൻ കഴിയാതെ, പൗലോസ് അപ്പോസ്തലൻ മാത്രം ഒപ്പമുള്ളവരും കപ്പലിലുള്ള സ്തോത്രം ആഹാര സാധനങ്ങളൊക്കെ കളഞ്ഞ്, കപ്പലിലുള്ള വെടിക്കോപ്പുകളൊക്കെ കളഞ്ഞ്, കപ്പലിൽ അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ ജീവിതത്തിനും വേണ്ടതെല്ലാം കളഞ്ഞ്, ജീവൻ മാത്രം അഥവാ പ്രാണൻ മാത്രം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ. ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രാണൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ. ഇനി ഇത് മാത്രമേ ഉള്ളൂ, ജീവൻ മാത്രമേ ഉള്ളൂ, ഏത് നിമിഷവും അതും കൂടെ പറന്നു പോകാം. ആ അവസ്ഥയിൽ ആരോ കേൾക്കുന്നുണ്ട്. കേൾക്ക്. ആമേൻ. നീ തിരഞ്ഞെടുക്കപ്പെട്ടവളായതുകൊണ്ട്, നീ വിളിക്കപ്പെട്ടവളായതുകൊണ്ട് അങ്ങനെ പറന്നു പോകുന്ന ഒന്നല്ല നിന്റെ ജീവൻ. ആമേൻ. നീ പറത്തിവിട്ടാലും ആ ജീവൻ പറന്നു പോകത്തില്ല. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും പറത്തിവിട്ട് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ പറത്തി വിടുവാൻ വേണ്ടി ശ്രമിക്കേണ്ട. ആമേൻ, സ്തോത്രം. അതങ്ങനെ പറന്നു പോകത്തേയില്ല. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. നോക്കൂ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത ഒരു വലിയ കഷ്ടം ഉണ്ടാകുന്നു. സമാനതകളില്ലാത്ത കഷ്ടം. എന്തുകൊണ്ട് സമാനതകളില്ലാത്ത കഷ്ടമെന്ന് ഞാൻ പറയുന്നു? ഒത്തിരി ഭക്ത ശ്രേഷ്ഠന്മാർ ആ കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി തനിക്കുള്ളതൊക്കെയും വിട്ടുകളഞ്ഞ് തൻ്റെ നന്മകളും തൻ്റെ സന്തോഷവും തൻ്റെ അനുഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന ഭക്തനായ സ്തോത്രം മനുഷ്യനാണ് പൗലോസ്. ആമേൻ. ദൈവത്തിന് വേണ്ടി ഒരു കാലത്ത് താൻ തള്ളിപ്പറഞ്ഞ, ഒരു കാലത്ത് തനിക്ക് വേണ്ട, ഒരു കാലത്ത് ആമേൻ, സ്തോത്രം, ഇത് ഒരു തെറ്റായ കാര്യമാണെന്ന് ചിന്തിച്ച് ആ തെറ്റ് തിരുത്തുവാൻ വേണ്ടി നടന്നവൻ പിന്നൊരു കാലത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ അപ്പൻ്റെ സമ്പത്ത് വിട്ടുകളഞ്ഞു, താൻ പഠിച്ചെടുത്തതെല്ലാം വിട്ടുകളഞ്ഞു, തൻ്റെ പാരമ്പര്യം വിട്ടുകളഞ്ഞു. അങ്ങനെ സകലവും നഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുവാനായി തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ സന്തോഷിച്ച കാര്യമാണ് ഞാൻ മുന്നമേ പറഞ്ഞത്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലുള്ള ഒന്നിനും നിങ്ങളെ മോഹിപ്പിക്കുവാൻ കഴിയത്തേയില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെ മോഹിപ്പിക്കുന്നത് ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമല്ല, അങ്ങ്
നിത്യതയിൽ കൊണ്ടുപോകുവാൻ കഴിയുന്ന ആത്മാക്കൾ മാത്രമായിരിക്കും. ആമേൻ. യേശുവിൻ നാമത്തിൽ. ഈ ലോകത്തിൽ എന്തിനേക്കാളും വിലയുള്ളത് ആമേൻ ഒരാത്മാവത്രേ. ഒരാത്മാവിനെ നേടുമ്പോൾ ആമേൻ ഈ ലോകത്തിൽ ബാങ്ക് ബാലൻസ് കുവിഞ്ഞു കൂടുന്നതിനേക്കാൾ, ഇഡി റെയ്ഡിന് വരുന്നതിനേക്കാൾ നീ സന്തോഷിക്കും. നീ ഭക്തനാണെങ്കിൽ, നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ, നീ വിളിക്കപ്പെട്ടു, നിന്നെ ദൈവം വിളിച്ചു, എന്നിട്ട് പലതും നോക്കി പലതിൻ്റെ പിന്നാലെ ചുരണ്ടി നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയ്, നിന്നെ വിളിച്ചിട്ടുമില്ല, നീ വിളി കേട്ടിട്ടുമില്ല, നീ ഗതികേടിൻ്റെ ഏതോ കാലത്ത് എവിടെയെങ്കിലും രക്ഷയുണ്ടോ എന്ന് പറഞ്ഞ് അലഞ്ഞതാ. ആമേൻ. അനേക ജാതികളെ പോലെ ആമേൻ ദൈവം വിളിച്ചവൻ ഈ ലോകത്തിൻ്റെ ഒന്നിനു വേണ്ടിയും ദൈവത്തെ തള്ളിക്കളയത്തില്ല. ദൈവം വിളിച്ചവൻ ഈ ലോകത്തിൻ്റെ ഒന്നിനു വേണ്ടിയും ദൈവത്തിൻ്റെ പിന്നാലെ നടക്കാതിരിക്കത്തില്ല. ദൈവം വിളിച്ചവൻ ആമേൻ ആത്മാക്കളെ നേടുവാൻ ദാഹമില്ലാത്തവനായി ഇരിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിയണമേ. ആമേൻ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, സമാനതകളില്ലാത്ത ജീവിതമുള്ള വ്യക്തി അപ്പോസ്തലനായ പൗലോസ്. അവൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടം കടന്നു വന്നു. വേണമെങ്കിൽ ആമേൻ സ്തോത്രം ആ ഈജിയൻ കടലിടുക്കിൽ തകർന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ച പൗലോസിന് ചോദിക്കാമായിരുന്നു, ദൈവമേ, എന്തുകൊണ്ടാണ് സമാനതകളില്ലാത്ത കഷ്ടം, ആരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത കഷ്ടം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്? ചോദിച്ചാൽ ഉത്തരം നൽകുവാൻ ദൈവമല്ല, ദൈവം തൻ്റെ ദൂതനെ അയക്കും. ആമേൻ. അവിടെ വിധത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഈ കപ്പലും ഈ കപ്പലിലുള്ളവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. നീ റോമിലും എന്നെ സാക്ഷിക്കേണ്ടതാകുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. നിങ്ങൾ ഭക്തനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് പിന്നിലും ദൈവത്തിൻ്റെ മഹത്തരമായ ഒരു പദ്ധതിയുണ്ട്. നോക്കൂ, ഞാൻ പറഞ്ഞതിലേക്ക് വരട്ടെ. 28-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ഇതാ വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. ആമേൻ. അവിടെ വിറകുകൾക്കിടയിൽ ആമേൻ പതിയിരിക്കുന്ന അണലി തീ കത്തിക്കുമ്പോൾ ചൂട് നിമിത്തം അത് പുറത്തു വരുന്നു. 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. മെലീത്ത ദ്വീപിൽ എന്താണ് സംഭവിക്കുന്നത്? അണലി പുറത്തു വരുന്നു, ചാടി അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിൽ ചുറ്റുന്നു, അവനെ സ്തോത്രം അപ്പോൾ തന്നെ കടിക്കും. അതുവരെ ആ ദ്വീപിൽ സംഭവിച്ചു കൊണ്ടിരുന്ന ദാരുണ മരണം അപ്പോസ്തലന്റെ ജീവിതത്തിലും കടന്നു വരും. ദേശവാസികൾ ചുറ്റും കൂടി നിന്ന് ആക്രോശിക്കുവാനായി തുടങ്ങി. അതെ ഇവൻ ഇപ്പോൾ ചത്തു വീണ് ചത്തു വീഴും. ആമേൻ. ഇവൻ ഇപ്പോൾ മരിച്ചു പോകും. അവിധത്തിൽ ഒന്നിതാ സംഭവിച്ചിരിക്കുന്നു. ഈ നാട് കാലാകാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ ഇവന്റെ ജീവിതത്തിലും സംഭവിക്കുവാനായി പോകുന്നു. എന്നാൽ തുടർന്ന് കാണുവാനായിട്ട് കഴിയും. ആമേൻ സ്തോത്രം. ആ പാമ്പിനെ, ആ അണലിയെ ആമേൻ അപ്പോസ്തലനായ പൗലോസ് തീയിലേക്ക് കുടഞ്ഞ് എറിഞ്ഞു കളയുകയുണ്ടായി. ഒത്തിരി പേരുടെ ജീവിതത്തിന്റെ അവസാനത്തിന് കാരണമായ, ഒത്തിരി പേരുടെ പ്രതീക്ഷകൾ അസ്തമിച്ച മെലീത്ത ദ്വീപിലെ ബർബരന്മാരുടെ ജീവിതത്തെ ആ സമാധാനം നിറഞ്ഞതാക്കിയ ആ സർപ്പത്തിന്റെ തല തകർക്കുവാൻ ദൈവം ആമേൻ പൗലോസിനെ ശക്തനാക്കി. പൗലോസിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധി മെലീത്ത ദ്വീപിന്റെ രക്ഷയ്ക്ക് കാരണമായി മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത ദേശത്തിൽ ഒത്തിരി കുടുംബങ്ങളുടെ വിടുതലിന് കാരണമായി മാറും. നിനക്കൊപ്പം ജോലി ചെയ്യുന്ന, നീ അറിയുന്ന, നിന്റെ ഭവനത്തിനകത്തുള്ള നിന്റെ പ്രിയപ്പെട്ടവരുടെ ഒത്തിരി പേരുടെ ജീവിതത്തിലെ വിടുതലിന് കാരണമായി നീ മുഖാന്തരം അനേകർ വിടുവിക്കപ്പെടും. ഓ റീധാരാധാന തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ അറിയുന്ന ഒത്തിരി പേർ നിന്നിലൂടെ വിടുതൽ പ്രാപിക്കും. മെലീത്ത എന്ന ദ്വീപ്, ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആ സർപ്പത്തിന്റെ പിടിയിൽ നിന്ന് മോചിതരായതുപോലെ ചില കുടുംബങ്ങൾ നിന്നിലൂടെ സർപ്പത്തിന്റെ പിടിയിൽ നിന്ന് മോചിതരാകുവാൻ പോകുക. ആ പാമ്പിന്റെ ശക്തിയിൽ നിന്ന് കൊന്ന് ചത്തു വീഴ്ത്തപ്പെടുന്ന ആ അസ്ഥിയിൽ നിന്ന് ചീർത്തു വരുന്ന, ശരീരം ചീർത്തു വരുന്ന, മരിച്ചു വീഴുന്ന അവസ്ഥയിൽ നിന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളെ, തലമുറകളെ രക്ഷിക്കുവാൻ നിന്റെ കഷ്ടതയെ ദൈവം അവരുടെ നന്മയാക്കി മാറ്റുവാൻ പോകുക. പൗലോസിന്റെ കഷ്ടതയെ മെലീത്തയിലെ ബർബരന്മാരുടെ നന്മയാക്കി മാറ്റിയ ഒരു ദൈവം ഇന്ന് പകലിലും നിന്റെ കഷ്ടതയെ അനേകരുടെ നന്മയാക്കി മാറ്റുവാൻ പോകുക. സഭയെ, എന്നെ കേൾക്കുന്ന പ്രൈസർ കുടുംബാംഗങ്ങളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടത, നിങ്ങൾ അനുഭവിക്കുന്ന ഈ കണ്ണുനീർ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന അനേകർക്ക് നന്മയായി മാറുവാൻ നിന്നിലൂടെ അനേകർ രക്ഷപ്പെടുവാൻ പോകുക. നിന്റെ തലമുറകൾ ആർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത അഥമ പാതാളത്തിൽ വീണുകൊണ്ടിരിക്കുന്ന, മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങി നശിച്ചു കൊണ്ടിരിക്കുന്ന, അല്ല പിശാചും മനുഷ്യനും ചേർന്ന് മുക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ തലമുറകൾ നിന്നിലൂടെ രക്ഷപ്പെടുവാൻ പോകുക.
നിന്റെ ഭാവി, നിന്റെ തലമുറകളുടെ ഭാവി, നിന്റെ മുൻപോട്ടുള്ള ജീവിതം നിന്നിലൂടെ രക്ഷപ്പെടുവാൻ പോകുക. നീ അറിയുന്ന നീ അറിയാത്ത ദേശത്തിലെ ഒത്തിരി പേർ നിന്റെ കഷ്ടതയുടെ ഫലം നന്മയായി. യെസ്, താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നിങ്ങൾ തിരിച്ചറിയാത്ത ഒത്തിരി പേർ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ ഫലം അനുഭവിക്കുവാൻ പോകുക. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് ഇത് നന്മയാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന കരച്ചിലിനെ, ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയെ, മരണം മതിയെന്ന് നിലവിളിക്കുമാറാക്കുന്ന ഈ അവസ്ഥയെ, എന്തിനിങ്ങനെ ഒരു ജീവിതമെന്ന് ചോദിച്ച് വിലപിക്കുന്ന ഈ അവസ്ഥയെ നന്മയാക്കി മാറ്റുന്ന, നിനക്കൊപ്പമുള്ള ഒത്തിരി പേർക്കും നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അതേ സഹോദര സഹോദരി, നിനക്കൊപ്പമുള്ള അനേകർക്ക് നന്മയാക്കി മാറ്റുന്ന നിന്റെ അപവാദം, സ്തോത്രം, നിനക്ക് വിരോധമായി ശത്രു എയ്തുവിട്ട അപവാദം എന്ന ആയുധത്തെ, നിനക്ക് വിരോധമായി ശത്രു എയ്തുവിട്ട നിന്ന എന്ന ആയുധത്തെ, നിന്നെ തകർക്കുവാൻ തക്കവണ്ണം ശത്രു കൊണ്ടുവച്ച, പിശാച് കൊണ്ടുവച്ച രോഗം എന്ന ആയുധത്തെ അനേകർക്ക് നന്മയായി ചില പൗലോസുമാർ ഇന്ന് പകൽ എഴുന്നേൽക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില അണതികളെ പിടിച്ചെടുക്കുന്ന റാധാന ശഖ, ചില സർപ്പത്തിന്റെ ശക്തിയെ രാജ്യങ്ങളിൽ, സംസ്കാരങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന, വംശങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന, കുടുംബങ്ങളിൽ പാരമ്പര്യമായി വെളിപ്പെട്ടു നിൽക്കുന്ന ചില സർപ്പത്തിന്റെ ശക്തിയെ തകർക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ചില രാജ്യങ്ങൾ, സർപ്പത്തിന് കീഴ്പ്പെട്ടു പോയ ചില രാജ്യങ്ങൾ, സർപ്പത്തിന് കീഴ്പ്പെട്ടു പോയ ചില പ്രദേശങ്ങൾ, ആമേൻ ആമേൻ ആമേൻ, സർപ്പത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില പ്രദേശങ്ങൾ, യേശുവിൻ നാമത്തിൽ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ അവിടെ ആ സർപ്പത്തിൽ നിന്ന് ഒത്തിരി പേരെ മരിപ്പിക്കുന്ന, ഒത്തിരി പേരെ ചത്ത് വീണ് ചീർക്കുമാറാക്കുന്ന, ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് വിഷം കുത്തി വയ്ക്കുന്ന, മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന വിശ്വാസത്തെ തകർത്തുക. യേശുവിൻ നാമത്തിൽ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ചില സർപ്പത്തെ നീ പിടിച്ചെടുക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ ചില സർപ്പത്തെ നീ പിടിച്ചെടുക്കുക. തീയിലിട്ട് കളയുവാൻ തക്കവണ്ണം പ്രാധാന ശഖ റധരേ ഷന്ധാരകന ചിലത് നശിക്കുക. ഈ പകൽ മേൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ചില സർപ്പശക്തികൾ പരസ്പരം കൊത്തി കീറുവാൻ തക്കവണ്ണം തലമുറകളെ തമ്മിലടിപ്പിക്കുന്ന, സ്നേഹത്തെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തി കളയുന്ന, പലതിനെയും മരിപ്പിക്കുന്ന ചില സർപ്പശക്തികൾ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ചില സർപ്പശക്തികൾ അഴിഞ്ഞു മാറുക. ആ വിചാരത്തിലൂടെ വെളിപ്പെട്ട, ദുർമന്ത്രവാദത്തിലൂടെ വെളിപ്പെട്ട, പാരമ്പര്യത്തിലൂടെ വെളിപ്പെട്ട ചില സർപ്പശക്തികൾ, യേശുവിൻ നാമത്തിൽ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമാറാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. അപ്പനെ സ്നേഹിക്കുന്നവരായി, അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന മകനാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന മകളാണ്. അങ്ങ് എന്നെ സ്നേഹിച്ച് എൻ്റെ ജീവിതത്തിലെ കണ്ണുനീരിനെ അങ്ങ് നൃത്തമാക്കി മാറ്റണമേ. എൻ്റെ വിലാപത്തെ അങ്ങ് നൃത്തമാക്കി മാറ്റണമേ. എൻ്റെ വേദനയെ അങ്ങ് സന്തോഷമാക്കി മാറ്റണമേ. യേശുവേ, അങ്ങ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഇതിനകത്തും പുറത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അടിയന്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കണ്ണുനീരെല്ലാം മാറിപ്പോകട്ടെ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവേ, നിർണയപ്രകാരം വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി അപ്പാ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി സ്വർഗ്ഗം ഇതങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.